നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. പൊന്നാനിയിൽ മത്സ്യബന്ധന ബോട്ടും കപ്പലും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു, 4 പേരെ രക്ഷപ്പെടുത്തി. കപ്പലിടിച്ച് തകർന്ന ബോട്ടിൽ നിന്നും കാണാതായ 2 പേരുടെയും മൃതദേഹമാണ് കണ്ടെടുത്തത്. പൊന്നാനി പള്ളിപ്പടി സ്വദേശി പീക്കിന്റെ ഗഫൂർ, പൊന്നാനി അഴീക്കൽ സ്വദേശി കുറിയാമാക്കാനത്ത് സലാം എന്നിവരാണ് മരിച്ചത്. ഇടക്കഴിയൂർ ഭാഗത്തു നിന്നും പടിഞ്ഞാറ് കടലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പോയി ഇതാ മുതല് അതിൽ കുടുങ്ങി കിടക്കാണ്. ബോട്ടിന്റെ പകുതി ഉള്ളുണ്ട് കണ്ടത്. ഇത് പകുതി ഉള്ളങ്ങോട്ട് മുട്ടിക്കണ്ട ഉണ്ടാകണം. പൊന്നാനിയിൽ നിന്നും വെള്ളിയാഴ്ച രാത്രി മത്സ്യബന്ധനത്തിന് പോയ അഴീക്കൽ സ്വദേശി നൈനാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാഹി എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. രാത്രി 1 മണിക്കാണ് അപകടം സംഭവിച്ചത്. കരയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് യുവരാജ് സാഗർ കപ്പൽ ബോട്ടിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് തകർന്നു മുങ്ങി. കപ്പലിടിച്ചതിനെ തുടർന്ന് ബോട്ട് 2ആയി പിളർന്ന് കടലിൽ താഴുകയായിരുന്നു. മലയാളികൾ ഉൾപ്പെടെ 6ഓളം തൊഴിലാളികളുണ്ടായിരുന്ന ബോട്ടിൽ നിന്ന് അപകട സമയത്ത് 4 പേരെ കപ്പൽ ജീവനക്കാർ രക്ഷപ്പെടുത്തി. പൊന്നാനിയിൽ നിന്നുള്ള മറ്റു ബോട്ടുകളും മറ്റും തിരച്ചിൽ നടത്തിയിരുന്നു. കവരത്തിയിൽ നിന്ന് ബേപ്പൂരിലേക്ക് ചരക്കുമായി പോയ കപ്പലിടിച്ചാണ് അപകടമുണ്ടായതെന്നാണ് വിവരം. അപകടമുണ്ടാക്കുന്ന വിധം തീരത്തോട് ചേർന്നാണ് കപ്പൽ സഞ്ചരിച്ചതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്.